കാരണം കൊല്ലുന്നതിന്റെ മുമ്പ് അവളോട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഇവിടുന്ന് വൈഫിനോട് പറഞ്ഞതാണ്, ഞാൻ പിന്നെ അവന്റെ കൂടെ ഇറങ്ങിപ്പോയതിന്റെ അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ വൈഫിനോട് പറഞ്ഞു? എന്റെ വൈഫിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ര ദരിദ്ര നമ്മുടെ താമരശ്ശേരി ചുരം, താമരശ്ശേരി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് കൂടി വരുന്ന ഒരു ഡയലോഗാണ് നമ്മുടെ പപ്പുച്ചേട്ടൻ. എനിക്ക് തോന്നുന്നു വരവേൽപ്പ് എന്ന് പറഞ്ഞ സിനിമ, ലാലേട്ടന്റെയൊക്കെ സിനിമയിൽ പപ്പുച്ചേട്ടൻ പറഞ്ഞ ആ ഒരു ഡയലോഗാണ് ഫസ്റ്റ് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കൂടി വരുന്നത്. അത് കഴിഞ്ഞാൽ താമരശ്ശേരി ചുരം കയറുമ്പോൾ ഉള്ള ആ ഒരു വ്യൂവും അതോടൊപ്പം ആ ഒരു തണുത്ത കാറ്റും കോടമഞ്ഞും ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ. പക്ഷെ ഇപ്പോ താമരശ്ശേരി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മുടെ ഉള്ളിൽ വരുന്നത് സ്വന്തം ഉമ്മയെ തല്ലിക്കൊന്ന ഒരു മകനെ പറ്റിയും അതുപോലെ തന്നെ ഷഹബാസ് ആ ഒരു പയ്യനെ എല്ലാം നിങ്ങൾ അറിഞ്ഞതാണ്. അതും ഇതാ ഇപ്പോ ഒരു വ്യക്തി അവൻ സ്വന്തം ഭാര്യയെ ഇതാ ഇവിടെയായിട്ട് കുത്തി. ഇതൊക്കെയാണ് ഇനി നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുമ്പം, അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കും താമരശ്ശേരി എന്ന് പറയുന്നൊരു ആ ഒരു സ്ഥലത്തെ പറ്റി നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് മനസ്സിൽ വരുന്നതെന്നാണ് എനിക്കിപ്പം തോന്നുന്നത്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഇങ്ങനെ. ഈ ഇന്നലെ തൊട്ട് നിങ്ങൾ അറിഞ്ഞു കാണും, ഷിബില എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവരുടെ ഭർത്താവായിട്ടുള്ള യാസിൻ ഇവിടെ ഈ ഭാഗത്ത് കുത്തി തീർത്ത് കളഞ്ഞു. ലഹരിക്കടിമയാണ് അവൻ. എന്നാൽ അവൻ ഈ പരിപാടി ചെയ്ത സമയത്ത്, ഇന്നലെ വൈകിട്ടാണ് അവൻ ഈ ക്രൂരകൃത്യം കാണിച്ചത്. ഒരു കുഞ്ഞൊക്കെ ഉണ്ട്, ഒരു പെൺകുഞ്ഞൊക്കെ. അപ്പൊ എന്താണെങ്കിലും ഇനി ഈ പരിപാടി കാണിച്ച സമയത്ത് അവന്റെ ഉള്ളിൽ ലഹരി ഒന്നും ഇല്ലായിരുന്നു എന്നാണ് പോലീസുകാർ ഇപ്പൊ പറയുന്നത്. ഞാൻ ആദ്യമേ തന്നെ നിങ്ങൾക്കൊരു കാര്യം ക്ലിയർ ചെയ്ത് തരാം. ഇപ്പോ ലഹരി പുറത്ത് തന്നെ ഇങ്ങനെയുള്ള പരിപാടികൾ എല്ലാവരും ചെയ്യൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ലഹരി ഇപ്പൊ എന്താ, ഇന്നലെ അവനത് ചെയ്തപ്പോൾ അവൻ ഉപയോഗിച്ച് കാണത്തില്ല, ചിലപ്പോൾ ഇന്നലത്തെ ദിവസം അവൻ ഉപയോഗിച്ച് കാണത്തില്ല, പക്ഷെ അതിന് മുമ്പുള്ള ദിവസങ്ങൾ അവൻ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. ഇത് മറ്റേ കള്ളു കുടിച്ച് ഇന്ന് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഇന്നേ കിട്ടത്തുള്ളൂ, നാളെ ആകുമ്പോൾ ഈ സാധനം പോകും. മനസ്സിലായില്ലേ? പക്ഷെ ഈ സാധനമൊന്നും അങ്ങനെ അല്ല. പ്രത്യേകിച്ച് ഈ എന്താ പറയുന്നത്, ഈ രാസലഹരി പോലത്തെ സാധനങ്ങളൊക്കെ ഇതൊക്കെ ഉള്ളിൽ കിടക്കും, ഇതൊക്കെ പിന്നെ കിടന്ന് ഇങ്ങനെ കുത്തും. അതിന്റെയൊക്കെ കുത്തലിന്റെ ഓരോ പുറപ്പാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തന്മാര്. ഇതൊക്കെ എന്നിവിടെ നിൽക്കുമെന്ന് എല്ലാവരും ചോദിക്കുന്നതാണ്, ഇത് എന്ന് കേരളത്തിൽ നിൽക്കുമെന്ന്. ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ ഇവിടുത്തെ ഈ ഡിമാൻഡ് കട്ട് ചെയ്യണം, അല്ലാതെ ഇവിടത്തേക്കുള്ള ഈ സാധനത്തിന്റെ ഒഴുക്ക് നിർത്തിയിട്ടൊന്നും കാര്യമില്ല. ഇവിടെ അതിന് മാത്രം ഡിമാൻഡ് ഉണ്ട്, ഇവിടെ അതിന് മാത്രം ഉണ്ട്. കൊച്ചു പിള്ളേരെ തൊട്ട് ഈ സാധനമൊക്കെ വലിച്ചു കയറ്റുന്നത്. അവന്മാരെ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ എന്നൊക്കെ കണ്ടറിയാം. അങ്ങനെ അതെല്ലാ വീട്ടുകാരും കൂടെ വിചാരിക്കണം കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കണം. നമ്മുടെയൊക്കെ പരിസരത്ത്, നമ്മുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തൊക്കെ ഇതൊക്കെ കാണിക്കുന്നവന്മാര് കാണും, നമ്മൾ അറിയാതെ പോകുന്നതാ. ഇതുപോലെ മുടിയൊക്കെ വെട്ടി നീറ്റായിട്ടൊക്കെ ഉള്ള കാര്യം ഞാൻ പറയുക. പണ്ടൊക്കെ ഞാനൊക്കെ മുടി വളർത്തിക്കൊണ്ടിരുന്നപ്പോ ചെലവന്മാരുടെ കണ്ണേടി അതായിരുന്നു, ഈയൊക്കെ മുടി വളർത്തി ഒറ്റ കുത്തി കയറ്റുന്ന. പക്ഷെ നമ്മൾക്ക് ഇല്ല, ഇങ്ങനത്തെ ഒരു പരിപാടി ഇല്ലായിരുന്നു. ഇപ്പൊ നീറ്റായി ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കോലത്തിലൊക്കെ ഇരിക്കുന്നവന്മാരായിരിക്കും മറ്റേ മുടിയും വെട്ടി നൈസായിട്ടിരുന്ന് ചിരിച്ചും കളിച്ചിരിക്കുന്നവന്മാരെയൊക്കെ പോയി തപ്പിക്കഴിഞ്ഞാൽ കിട്ടും ചിലപ്പം. ഉള്ള കാര്യം ഞാനങ്ങ് പറയുക. അതാണ് നമ്മുടെ നാട്ടിലൊരു അവസ്ഥ ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ പെൺകുട്ടിയെ കൊന്ന ആ ഒരു കെട്ടിയൻ അവനെയൊക്കെ കണ്ടു കഴിഞ്ഞോണ്ട് ഇച്ചിരി നീറ്റായിട്ടുള്ള ഒരു കോലത്തിലൊക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ചില ആൾക്കാരോടാട്ടോ ഞാനിത് പറയുന്നത്, എല്ലാവരോടും അല്ല. ഈ കോലം കണ്ടിട്ട് മറ്റേ എഴുതിത്തള്ളുന്ന ചില ടീമുകളുണ്ട്, അവരോടാണ് ഞാനിത് പറയുന്നത്. കോലം കണ്ടൊന്നും നിങ്ങൾ ആരെയും എഴുതിത്തള്ളാനോ പിടിക്കാനോ നിൽക്കണ്ട. ഏറ്റവും മാന്യമായിട്ട് നടക്കുന്നവന്മാരൊക്കെ ആയിരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ കള്ളന്മാര്. അപ്പൊ എന്തായാലും ഈ യാസിർ എന്ന് പറയുന്ന വ്യക്തി അവന്റെ ഭാര്യയെ കൊന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് ഇനിയും പോകാം. അപ്പൊ ഇന്നലെ തൊട്ട് വാർത്തകളിലൊക്കെ ഇതാണ്, നിങ്ങളൊക്കെ കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ കേട്ട കാര്യങ്ങളൊന്നും ഞാൻ കൂടുതലായിട്ട് വീണ്ടും ഇവിടെ കാണിച്ച് നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച് ഇവരുടെ ഈ കൊലപാതകം നേരിട്ട് കണ്ട, അതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, നേരിട്ട് കണ്ട ഒരു വ്യക്തി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അത് തന്നെ കേട്ടു തുടങ്ങാം. പിന്നെ ഈ യാസിറിന്റെ ഉമ്മ, എനിക്ക് ഒരു സ്ത്രീയാണ്, പ്രായമുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ ഇച്ചിരി ബഹുമാനമുണ്ട് ഉള്ളിൽ. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് എവിടെയെങ്കിലും വെച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം ആ ഉമ്മയ്ക്കിട്ട് 2 കൊട്ട് കൊടുക്കണം. അവരുടെ വായിൽ നിന്ന് വരുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ല. സ്വന്തം മകൻ മരുമോളെ കുത്തി കീറി വെച്ചിട്ടു അവര് ബാക്കിയുള്ളവരെയാ കുറ്റം പറയുന്നത്. അവരുടെ മോനെ അവര് ഒന്നും പറയാത്തൊരവസ്ഥയിലൂടെയൊക്കെ പോകുന്നതാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ എന്താണെങ്കിലും ഈ നമ്മുടെ പെൺകുട്ടി യാസിറിന്റെ ഭാര്യയായിട്ടുള്ള ഷിബിലയുടെ വീടിനടുത്തുള്ള ഒരു വ്യക്തി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. ഞാൻ വരുമ്പോൾ അവളെ ബ്ലഡ് പിന്നെ വൈകി അവിടെ കിടക്കുകയായിരുന്നു. പിന്നെ അവൻ കത്തി വീശിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരിക. ഞാനങ്ങോട്ട് എത്തിയപ്പോൾ എൻ്റെ നേരെ വന്നു. അപ്പോഴാണ് ഞാൻ ഈ സൈക്കിൾ എടുത്തിട്ട് അവൻ്റെ നേരെ വീശി. അവൻ കാറിലേക്ക് കയറിയപ്പം ഈ കാറ് ഞാൻ സൈക്കിള് കാറിൻ്റെ മുകളിലേക്ക് എറിയുകയും ചെയ്തു. പിന്നെ കുഞ്ഞിന്ന് പറഞ്ഞ വ്യക്തി അഥവാ ഉപ്പുണ്ടാക്കി ഒരു കല്ലെടുത്ത് കാറിന്റെ ഗ്ലാസ് നമുക്ക് എറിയുകയും ചെയ്തു. പുള്ളി
കൊല്ലപ്പെടുത്തിയ യാസർ കാറെടുത്ത് പെട്ടെന്ന് പോവുകയും ചെയ്തു. പിന്നെ ഞാൻ കാറെടുത്ത് വന്നിട്ട് പിന്നെ അവരെ എടുത്ത് കുഞ്ഞിന്ന് പറഞ്ഞ ആളെയും എടുത്ത് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോയി. അപ്പൊ തന്നെ കുത്തൊക്കെ ഏറ്റ് കിടക്കുമായിരുന്നല്ലോ. ഉപ്പക്ക് അടക്കം കുത്തിയിട്ടുണ്ട്. ഉപ്പക്ക് ഉമ്മക്കൊക്കെ കുത്തായിട്ടുണ്ടായിരുന്നു. ഉമ്മന്റെ പെട്ടെന്ന് കാണുന്നില്ലെങ്കിലും പിന്നെ ഉപ്പൻ്റെത് ബ്ലഡ് തലം കൂടെ അങ്ങനെ വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. കാരണം പുള്ളിക്ക് നേരെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. എന്നിട്ട് പുള്ളി കുറെ എന്നാലും കുറെ പ്രതികരിച്ചു പുള്ളി. ഷിബിലയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? ഷിബിലിന്റെ അവസ്ഥ അവിടെ വീണ് കിടക്കായിരുന്നു. കഴുത്തിന്റെ അവിടെ ഒരു ആയത്തിലൊരു മുറിവുണ്ടായിരുന്നു. അതിന് ബ്ലഡ് ഒഴുകുന്നുണ്ടായിരുന്നു. കഴുത്തിനാ കുത്തേറ്റത്. എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഞാൻ എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് ബോഡി മൊത്തം ലൂസായ ഒരു പോയ അവസ്ഥയിലായിരുന്നു. ഞാൻ അപ്പോൾ എത്തിയപ്പം തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഉറപ്പിന് വേണ്ടി നമ്മൾ പെട്ടെന്ന് കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത്. പിന്നെ നമ്മൾ അന്നപ്പോൾ തന്നെ നമ്മൾ കമ്പനിക്കാരന് മെസ്സേജ് അയച്ചു. പിന്നെ വാട്സപ്പിൽ വോയിസ് അയക്കുകയും ചെയ്തു. അല്ലാതെ വിളിച്ചും പറഞ്ഞു. കാറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ പെട്രോൾ പമ്പിൽ ഇന്ന വണ്ടിയാണെന്ന് തിരിച്ചറിയുകയും ഒക്കെ ചെയ്തത്. പിന്നെ ഗ്ലാസ് പൊട്ടിയത് കൊണ്ടാണ് അവർക്ക് പിന്നെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചെയ്തത്. ഇന്നലെ ഞാൻ പിന്നെ കോളേജിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് ആ കാറ് അവിടെ നിന്ന് നിൽക്കും. അതിന്റെ പോലീസുകാർ അവിടെ ഇതെന്നാണോ എന്ന് നോക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഞങ്ങൾ അവിടെ കാണുന്നത്. അപ്പോൾ പുള്ളിന്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. പോലീസുകാർ ചുറ്റും കൂടി നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ പുള്ളിന്റെ കയ്യിൽ നേരത്തെ കത്തി ഉണ്ടായിരുന്നു, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഗ്ലാസ് താത്തിയിട്ട് കത്തി പുറത്തേക്ക് ഇട്ടു. സറണ്ടർ ആവുന്ന രീതിയിൽ കൈ രണ്ടും പൊന്തിച്ച് വെച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോ സംഗതി ഞാനൊന്ന് ഡീറ്റെയിൽ ചെയ്ത് തരാം. കുടുംബ പ്രശ്നമാണ്. ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് രണ്ടുപേരും പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്. കുറച്ചു കാലങ്ങൾ കഴിയുന്നു. രണ്ട് കുട്ടികളല്ല, ഒരു കുട്ടിയാവുന്നു. അതിനൊക്കെ ശേഷം ഇവൻ ഈ ലഹരി പരിപാടികൾ നല്ല രീതിയിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായി മാറി. സ്വാഭാവികം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരും തമ്മിൽ വഴക്കുകൾ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ഈ ഒരു പെൺകുട്ടി അവളുടെ വീട്ടിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഇന്നലെ അവൻ അവിടെ കയറി ചെന്ന് ഷോ ഓഫ് കാണിച്ച് ഇവൻ മനഃപൂർവ്വം ഇവളെ തീർക്കണം എന്നുള്ള ഒരു മൂടി തന്നെയാണ് വന്നത്. ഇവന്റെ കയ്യിൽ കത്തിയൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കരുതി കൂട്ടിയ ഒരു കൊലപാതകമാണ് എന്നാണ് ഇപ്പൊ പോലീസുകാർ പറയുന്നത്. എന്താണെങ്കിലും ഇവൻ ഇന്നലെ ഈ കൊലയ്ക്ക് ശേഷം ഇവൻ നൈസായിട്ട് അവിടുന്ന് വണ്ടി എടുത്ത് രക്ഷപ്പെടാൻ നോക്കി. അപ്പത്തേക്ക് ഈ ഒരു അയൽക്കാരൻ വിളിച്ച അത്യാവശ്യം ആളുകളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവനൊരു പെട്രോൾ പമ്പിൽ ചെല്ലുന്നു. ആ പെട്രോൾ പമ്പിൽ ചെന്ന് പെട്രോൾ അടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആളുകൾ ഐഡന്റിഫൈ ചെയ്തു ഇവനെ. അപ്പത്തേക്ക് ഇവന് കാര്യം പിടികിട്ടി. അപ്പത്തേക്ക് ഇവൻ വണ്ടി എടുത്ത് വിട്ടു. എന്നിട്ട് ഇവൻ മെഡിക്കൽ കോളേജ് പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു, കറങ്ങി നിപ്പുണ്ടായിരുന്നു. അവിടെ വെച്ച് പോലീസുകാരും ആളുകളും ഒക്കെ ഇവനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനെ നൈസായിട്ട് അങ്ങ് സ്കൂട്ട് ചെയ്തു. ഇത്രയാണ് ഇപ്പോ സംഭവം നടന്നിരിക്കുന്നത്. ബാക്കിയും കൂടെ ഇദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. അവനെ ഒരു ടേൺ മൈൻഡിൽ ഭയങ്കര കത്തി വീശി കൊല്ലുന്നതിന്റെ മുമ്പ് അവളോട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെ തന്നെ ഒരുപാട് പ്രാവശ്യം പിന്നെ എന്താ പറയാ അവളെ ചൂഷണം ചെയ്യുകയും തല്ലുകയും ഒക്കെ ചെയ്തപ്പോൾ അവൾ ഇറങ്ങിപ്പോന്നതാണ്. അവ വരാത്തത് കാരണം പിന്നെ അവളെ ഡ്രസ്സൊക്കെ കത്തിക്കുകയും ഒക്കെ ചെയ്തൊരവസ്ഥ അതിന്റെ മുമ്പ് ന്യൂസിലുണ്ടല്ലോ, ഇന്നലത്തെ ന്യൂസ് സ്റ്റാറ്റസ് ഒക്കെ കിട്ടതാണ്. അതുള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ലഹരിയൊക്കെ എങ്ങനെയായിരുന്നു? അങ്ങനെ ഒരു തോന്നൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ്. ഇന്നലെ ഈ സമയത്ത് എങ്ങനെയായിരുന്നു? നല്ല ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ ലഹരി ഉപയോഗിക്കാതെ ഒരു നല്ല മൈൻഡുള്ള ഒരാൾക്കൊന്നും ഒരിക്കലും ചെയ്യാൻ കഴിയില്ലല്ലോ. അത് ലഹരിന്റെ പുറത്തായിരിക്കണം. ഇയാളുടെ ഒരു കൂട്ടുകാരനും നേരത്തെ ഇത്തരം അതെ സമാനം ഇവിടെ അടുത്ത് തന്നെയാണ്. ആഷിഖ് എന്ന് പറഞ്ഞിട്ട് ഉമ്മനെ കൊന്ന വ്യക്തി ഫോട്ടോയിൽ അങ്ങനെ കാണുന്നു. അപ്പോൾ ഷിബിലേക്ക് ഒരു ഭയം ഉണ്ടായിരുന്നല്ലോ ഇയാളുടെ കൂടെ കഴിയുന്നില്ല? ഷിബിലക്ക് ഭയമുണ്ട്. ഷിബില അന്ന് ഇവിടുന്ന് വൈഫിനോട് പറഞ്ഞതാണ്, ഞാൻ പിന്നെ അവന്റെ കൂടെ ഇറങ്ങിപ്പോയതിന്റെ അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ വൈഫിനോട് പറഞ്ഞു? എന്റെ വൈഫിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നതിനകത്തൊന്നും നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. സംഭവം വേറൊന്നുമല്ല, അദ്ദേഹത്തിന്റെ വൈഫിനോട് തന്നെ ഈ മരിച്ച ഷിബില പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവന്റെ കൂടെ ഇറങ്ങിപ്പോയതിന് ഞാൻ നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. കാരണം അവൻ നല്ല രീതിയിൽ ഗാർഹിക പീഡനം ആ പെൺകുട്ടിയെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. അവൻ എങ്ങനെ ഉപദ്രവിക്കാതിരിക്കും? ഓരോന്നൊക്കെ വലിച്ചു കയറ്റി വരുമ്പോഴത്തേക്ക് പിന്നെ കാണുന്നതെല്ലാം ദേഷ്യമായിരിക്കത്തില്ല, ചിലപ്പോൾ അതിന്റെ പുറത്തൊക്കെ ചെയ്തോണ്ടിരുന്നതായിരിക്കാം. അതുപോലെ തന്നെ യാസിർ ഇതിനു മുമ്പ് ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ തീർക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ അയൽവാസി പറയുന്നത്. അവരൊക്കെ അത് അറിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇതിന്റെ ഇടയ്ക്ക് വേറൊരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നത് കേട്ടല്ലോ. ഇവന്റെ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിനെ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ആഷിഖ്. ഈ താമരശ്ശേരിയിൽ തന്നെ സ്വന്തം ഉമ്മയെ കൊന്നുകളഞ്ഞ ഒരു പുന്നാരമോൻ. ഇവന്മാരൊക്കെയാണ് കൂട്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, നല്ല ഫ്രണ്ട്ഷിപ്പ് അല്ലേ? നമ്മുടെയൊക്കെ വീട്ടിലെ കുട്ടികളുടെ സുഹൃത്തുക്കളെയും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇപ്പോഴത്തെ കാലത്തിലൊക്കെ അത് മനസ്സിലാക്കി വെക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. കാരണം കൂടെ നിൽക്കുന്ന ഒരുത്തൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കും ചെയ്യാലോ, എനിക്കും ചെയ്യാം, അവൾ ശരിയല്ല, അവളെ തീർത്ത് കളയണം, ഈ ഒരു മൂഡിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ പോയി തീർത്തത്. ഇനി ഇവരുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ ഒരു കൊലപാതകത്തിനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്
ഈ ഒരു വ്യക്തി ഈ യാസർ കാണിച്ച ഒരു പരിപാടിയെ പറ്റി ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം. ഷിബില ഭർത്താവുമായി പിണങ്ങി ഇവിടെ വന്ന് താമസിക്കുന്നു. അപ്പോൾ കുട്ടിയുടെ ഡ്രസ്സ് എടുത്തു തരണമെന്ന് പറയുന്നു. അപ്പോൾ ഇവൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ കുട്ടിയുടെ ഡ്രസ്സ് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അത് വീഡിയോ എടുത്ത് വാട്സപ്പ് സ്റ്റാറ്റസ് വെച്ചു. അത് കണ്ട് ഇവർ കൂടുതൽ പേടിച്ചു. കാരണം സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അവിടെയുള്ളത്. സർട്ടിഫിക്കറ്റുകളും കുട്ടികളുടെ ആണെങ്കിലും ഷിബിലയുടെ ആണെങ്കിലും എല്ലാം അവിടെയുള്ളത്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും തിരിച്ചു മേടിക്കാൻ വേണ്ടിയിട്ട് ഇവർ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട്. എൻ്റെ ഫാദർ മുൻ പഞ്ചായത്ത് മെമ്പറാണ്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ചെന്നിട്ട് അത് എങ്ങനെയാലും ഒന്ന് സംഘടിപ്പിച്ച് തരണോ, ഇല്ലെങ്കിൽ അത് നശിപ്പിച്ച് കളയുമെന്ന് പറയുന്നു. ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യം കേട്ടപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത്? എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ? ഇവന്റെ മെന്റാലിറ്റി ഇവൻ കംപ്ലീറ്റ്ലി ഔട്ടാണ് ഈ യാസർ എന്ന് പറഞ്ഞവൻ. കാരണം ഇപ്പോ ഭാര്യ പിണങ്ങി ഭാര്യയുടെ വീട്ടിലൊന്ന് നിൽക്കുന്നു. അപ്പം മകളുണ്ട്, മകളുടെ ഡ്രസ്സൊക്കെ അവരുടെ വീട്ടിലാണ്. ആ ഡ്രസ്സ് ചോദിച്ചപ്പോഴത്തേക്ക് ഇവൻ ചെയ്ത പരിപാടി എന്താന്ന് കേട്ടല്ലോ. ആ ഡ്രസ്സെല്ലാം കൂടി എടുത്ത് കൂട്ടിയിട്ട് അങ്ങ് കത്തിച്ചതും പോട്ടെ, എന്നിട്ട് അതെടുത്ത് സ്റ്റോറി ആക്കി ഇട്ടു. എന്ത് കിട്ടിയാലും സ്റ്റോറി ആക്കി ഇടുന്ന കുറച്ച് ടീമുകളുണ്ട് ഇവിടെ. എന്ത് കിട്ടിയാലും, പ്രത്യേകിച്ച് ഇതേ കണക്ക് സ്വന്തമായിട്ട് അവൻ തന്നെ ചെയ്യുന്നത് ഒരു ചെറ്റത്തരം. ആ ചെറ്റത്തരം കാണിച്ചിട്ട് അത് 10 പേരെ അറിയിക്കുക എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ, അത്രയ്ക്കും ഒരു വൃത്തികെട്ട ഒരു മെന്റാലിറ്റിയിലേക്ക് പോയിരിക്കുകയാണ് അവൻ. ഓരോന്നൊക്കെ വലിച്ചു കയറ്റിയിട്ടായിരിക്കാം. എനിക്ക് ഇവിടുത്തെ പെൺകുട്ടികളോടും കൂടെ ഒരു കാര്യം പറയാനുണ്ട്. വേറൊന്നുമല്ല, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരുത്തരെ പ്രേമിക്കുന്നതിനകത്ത് തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രേമിച്ചിട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ആലോചിച്ചോളുക. കൊണ്ടുപോകുന്നവൻ അവൻ ഇതേ കണക്കോരോ പരിപാടിയൊക്കെ ചെയ്യുന്ന ഒരുത്തനാണെങ്കിൽ പിന്നെ കരഞ്ഞുകൂവി സ്വന്തം വീട്ടിലോട്ട് കയറി ചെന്നിട്ട് ഒരു കാര്യവും ഇല്ല. അവര് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല, ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരെ ഞാൻ കുറ്റം പറയില്ല. ഇനിയിപ്പോ അവരിവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ പോലും, പക്ഷെ അവരിവരെ നോക്കിയിട്ടുണ്ട്. ഈ പെൺകുട്ടി അവരുടെ വീട്ടിലുമായിരുന്നു. ഞാനിത് പറഞ്ഞു വെക്കാനുള്ള ഒരു കാരണം, ഇനി ഈ ഒരു യാസിറിന്റെ ഉമ്മ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേൾക്കണം, എന്നിട്ടേ ഞാൻ ബാക്കി സംസാരിക്കുന്നുള്ളൂ. ഓല 5 വർഷം സ്നേഹത്തിലായിരുന്നു. അവിടുന്ന് ഓല് രണ്ടാളും അവനറിയാതെ ഓല ഒളിച്ചോടി പോയതാണ്. അന്നേരം ശേഷം നമ്മൾ കോടതിയിൽ നിന്ന് നമ്മളെ കൂടെ ഓല കൂട്ടിക്കൊണ്ടുവന്ന് നമ്മളെ വീട്ടിൽ നിന്ന് 2 വർഷം നമ്മളെ വീട്ടിൽ നിന്ന്. അന്നേരം ശേഷം നമ്മളൊരു വാടക വീട് എടുത്തിട്ട് കോട്ടേഴ്സ് എടുത്ത് ഓല് രണ്ടാളും അങ്ങോട്ട് താമസാക്കി. അന്നേരം ശേഷം പിന്നെ ഗർഭിണിയായി നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നു. നമ്മൾ പ്രസവമൊക്കെ എടുത്ത് നോക്കി. പിന്നെ നമ്മൾ അവിടെ തന്നെ കൊണ്ടാക്കി വരികയും പോവുകയും ചെയ്ത് കുട്ടിയായി. ഞാൻ 6 മാസമായവരാണ് ഓല രണ്ടാളെയും വന്നിട്ട് അങ്ങോട്ട് വരണമെന്ന് അന്ന് വന്ന് ക്ഷണിച്ച്. അപ്പോൾ രണ്ടാളും പോവുകയും ചെയ്തിട്ട് ഓലും അങ്ങോട്ടും ഇങ്ങോട്ടും വരികയും പോവുകയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ്. ഓല് നമ്മളെ വീട്ടിലും വന്ന് നമ്മളോലും അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അടുത്ത് ഒരു 5-6 ദിവസം, 1 മാസം മുന്നേ ഒരു രണ്ടാളും എന്തോ ഇതിന് വഴക്കുണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉച്ചക്ക് 1:30-2 മണിയായപ്പോൾ ഞാൻ മോളെ എപ്പം വിളിച്ചുകൊണ്ടിരിക്കുന്നു. മോളെ വിളിച്ചപ്പോൾ ചോറുണ്ടോന്ന് ചോദിച്ചപ്പോൾ മോള് പറഞ്ഞ് ഉപ്പ ചോറ് കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ ചോറ് കളഞ്ഞ് ഉപ്പ എന്നിട്ട് ഉമ്മ എടുത്ത്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഉമ്മ ചോറൊക്കെ കളഞ്ഞ് പിന്നെ എന്നെ തല്ലുകയും ചെയ്തതെന്ന്. ഞാൻ ചോദിച്ചാൽ അതിനെന്താ കാരണം, നിങ്ങൾ ഇതുവരെ അങ്ങനത്തെ ഒന്നും ഒരു വിഷയം ഉണ്ടായില്ലേ, എന്തിനാണ് അങ്ങനെ കളഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് എന്നോട് അങ്ങോട്ട് ചെല്ലാൻ വിളിച്ചിരുന്നു അകത്തേക്ക്. മോള് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ കിടക്കുകയായിരുന്നു. അപ്പം ഞാൻ ചോറ് നോക്കാൻ വേണ്ടി ഇത്രയും മതി. ഞാൻ കൂടുതലൊന്നും ഇവിടെ ഇനി കേൾപ്പിക്കുന്നില്ല. ഞാനത് കേൾപ്പിക്കാനുള്ളൊരു കാര്യം, ഇവരുടെ മകനാണ് ആ ഒരു പെൺകുട്ടിയെ കൊന്നിരിക്കുന്നത്. അത് തെളിഞ്ഞു, സാക്ഷി വരെയുണ്ട്. അതിനെപ്പറ്റി ഇവരോട് ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ തുടക്കത്തിൽ തന്നെ ഇവർ പറയുന്നത് ആ ഒരു പെൺകുട്ടിയുടെ ഫാമിലി, ആ പെൺകുട്ടിയുടെ അച്ഛൻ കാണിച്ച ഒരു മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയെ പറ്റി. അതാണത് എപ്പോഴോ ആ പെൺകുട്ടി ചോറൊക്കെ ആയിട്ട് ഇരുന്നപ്പോഴത്തേക്ക് ഇയാൾ ചോറും പാത്രം എടുത്ത് വലിച്ചെറിഞ്ഞതോ അങ്ങനെയുള്ള കഥകളാണ് ഇവർ പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയുന്ന ഈ ഉമ്മയോട് എനിക്ക് പുച്ഛം തോന്നി. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ ഉമ്മയുടെ മകൻ കൊന്നു സ്വന്തം ഭാര്യയെ. അത് എന്തിന്? അവർ തമ്മിൽ ചെറിയ കുടുംബ പ്രശ്നം ഉണ്ടെന്ന് മാത്രമാണ് ഇവർ പറയുന്നത്. ഈ ചെറിയ കുടുംബ പ്രശ്നത്തിന്റെ പുറത്ത് എന്തിനാണ് സ്വന്തം ഭാര്യയെ നിങ്ങളുടെ മകൻ കൊന്നത്? നിങ്ങൾ അതിനെപ്പറ്റി വേണം പറയാൻ. പിന്നെ നിങ്ങൾ മകൻ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും അതിനെപ്പറ്റി വേണം നിങ്ങൾ പറയാൻ. അല്ലാതെ ഇനിയിപ്പോ ആ പെൺകുട്ടിയുടെ അച്ഛൻ ഇങ്ങനെ ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പോ പാത്രം വലിച്ച് എങ്ങനെ നമ്മൾ കുറ്റം പറയും? ഈ വീഡിയോ കാണുന്ന ഓരോ അച്ഛനമ്മമാരും അവരെ കുറ്റം പറയാൻ പോകത്തില്ല. കാരണം അവരുടെ മകള് ഒരുത്തനുമായിട്ട് ഇറങ്ങി അങ്ങ് പോയി പ്രേമിച്ചു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തു, കുഞ്ഞൊക്കെ ആയപ്പോൾ അക്സെപ്റ്റ് ചെയ്തു, വീട്ടിലേക്കൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവളുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതാ. എന്നിട്ട് അവരുമായിട്ട് അടിയും പിടിയായിട്ട് വീട്ടിൽ തന്നെ നിൽക്കുക. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഇപ്പോ ഇതിനു മുമ്പ് വേറൊരു വിഷയത്തിൽ നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു സ്ത്രീയുടെ പാരന്റ്സിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല,
അവരായിട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടതാണ്. എന്നിട്ട് അവരുടെ മോക്ക് എന്തെങ്കിലും വരുമ്പം അവര് കൂടെ നിൽക്കണം. പക്ഷെ ഇവിടെ ഈ പെൺകുട്ടി തന്നെ അവളുടെ ഇഷ്ടത്തിന് പോയതാ. എന്നിട്ടും ആ പാരന്റ്സ് അവിടെ നിർത്തുന്നുണ്ട്, അവർ കൂടെ നിൽക്കുന്നുണ്ട്. അതെല്ലാം അവർ ചെയ്തു കൊടുത്തിട്ട് അവരുടെ മോള് ചെയ്ത തെറ്റിന് എപ്പോഴെങ്കിലും ഒക്കെ അവർക്കൊന്ന് ദേഷ്യപ്പെട്ടൂടെ? അവർക്ക് ദേഷ്യപ്പെട്ടൂടെ? എനിക്ക് അവരുടെ ദേഷ്യത്തിൽ എനിക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഉറപ്പായിട്ടും ആ അച്ഛൻ ദേഷ്യപ്പെട്ടതിനകത്ത് എന്തെങ്കിലും കാരണം കാണുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതുപോലൊരുത്തൻ ചിലപ്പം ആ അച്ഛൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇവനൊരു ഇങ്ങനെ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ഒരുത്തനായിരിക്കും. ചിലപ്പോൾ അത് പറഞ്ഞ് ഈ മോളുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാവോ, എന്തെങ്കിലും വന്നപ്പോഴായിരിക്കും അദ്ദേഹം ചോറും പാത്രം എടുത്ത് എറിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തത്. മനസ്സിലായില്ലേ? അതായിരിക്കാം സംഗതി. പക്ഷെ ഈ ഉമ്മ വന്നിരുന്ന് അത് മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കുന്നു. അതാണ് എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. നേരെ അവരുടെ മകൻ കാണിച്ചിരുന്ന കാര്യങ്ങളെ പറ്റി വേണം കൂടുതൽ പറയാൻ. അവരുടെ മകൻ ലഹരി ഉപയോഗിക്കുന്ന എല്ലാവരും പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്നും ഈ ഉമ്മ പറയുന്നത് ഞാൻ കേട്ടില്ല. ചിലപ്പോൾ ഇനി ബാക്കി കാണും, ചിലപ്പോൾ ബാക്കിയിൽ കാണും. പക്ഷെ എന്നാലും ഇവർ തുടക്കം തന്നെ പറയുന്നത് എന്താന്ന് കേട്ടല്ലോ നിങ്ങൾ. ഇവര് അപ്പറേ നിൽക്കുന്ന ഇവരുടെ മകൻ ചെന്ന് ആ ഒരു കുട്ടിയെ കൊന്നു. ആ കുട്ടിയുടെ വീട്ടിലുണ്ടായിരുന്ന ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പരിക്കുണ്ട്. അദ്ദേഹത്തിന്റെ തലേന്നൊക്കെ ഫുള്ള് ചോര വരുന്നൊക്കെ പറയുന്നുണ്ട്. ആ അമ്മയുടെ കയ്യിലും ഉമ്മയുടെ കയ്യിലാണെങ്കിലും ഇവിടെയൊക്കെ എന്തൊക്കെയോ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർ ഉപദ്രവിച്ചതിന്റെ. ഇതെല്ലാം ചെയ്തു. ഇവരുടെ മകൻ ഇത്രയും ഉപദ്രവം കാണിച്ചു അവിടെ. എന്നിട്ട് അവരെ കുറ്റം പറയാനിരിക്കുക. ഇങ്ങനെ ഒരു ഉമ്മേനെ സപ്പോർട്ട് ചെയ്യാൻ എന്നെ കിട്ടത്തില്ല, ഇവരെന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പെൺകുട്ടികളോടാണ്, ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്ക് പ്രേമിക്കാം. പക്ഷെ പ്രേമിക്കുന്നവനെ ഒന്ന് നോക്കിക്കോണം. ഇവന്റെ തനിക്കോണം എന്താന്നൊക്കെ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ആ സമയത്ത് പിന്നെ കയ്യും കാലം പിടിച്ച് സ്വന്തം വീട്ടുകാർക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരെ അക്സെപ്റ്റ് ചെയ്യാം, ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം. മനസ്സിലായില്ലേ? അക്സെപ്റ്റ് ചെയ്താൽ തന്നെ ചിലപ്പോൾ അവർ നാളെ കുത്തും. എന്തെങ്കിലും ഇതാണെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പം നീ നിന്റെ ഇഷ്ടത്തിന് ഇറങ്ങി പോയതല്ലേ എന്ന് പറയുമ്പം അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അവർ ചോദിക്കുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? അവർ പറയുന്നത് കറക്റ്റ് അല്ലേ? ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറയുന്നു. ഇനി ഇതുപോലുള്ളൊരു പെൺകുട്ടി നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കട്ടെ. അതിന് നോക്കിയും കണ്ടും പെൺകുട്ടികൾ ഓരോരുത്തന്മാരുടെ ഇറങ്ങി പോവുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്യുക. കൂടാതെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.